എനിക്കറിയാം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് രാവിലെ വന്ന ഉമ്മ, ആ ഉമ്മയുടെ കൂടെ ആരും ഉണ്ടാവില്ല. കാരണം എന്താ? ഉമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഉപ്പ പണിക്ക് പോയതാണ്, മക്കൾ പണിക്ക് പോയതാണ്. അവര് എത്തുമ്പോഴേക്കും ഉമ്മ ഈ ലോകത്തോട് വിട പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് നാട്ടിലെ ആളുകൾ വിളിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഉമ്മക്ക് മകനായി നിൽക്കാൻ നമ്മളെ പോലത്തെ സാന്ത്വനത്തിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞാൽ നാളെ നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഉമ്മ ഉപ്പ ജ്യേഷ്ഠാനുജന്മാർക്ക് ഇതുപോലെ വല്ല അസുഖവും വന്ന് വല്ല ആക്സിഡന്റും വന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് മക്കളായിട്ട് ഒരു പറ്റം സമൂഹം അവിടെ കാത്തിരിപ്പുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ചികിത്സയും നൽകാൻ നിങ്ങളുടെ മക്കളോട് പറയുന്നതിലേറെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ പുഞ്ചിരിക്കുന്ന മുഖമായി ഒരു മനുഷ്യരോട് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ നാം മനസ്സിലാക്കി, നമ്മളുടെ ജീവിതം നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണ്. 22 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ബൈക്കിലൂടെ വന്ന് കാഷ്വാലിറ്റിന്റെ മുന്നിലേക്ക് നിൽക്കുന്നു. നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് നെഞ്ചുവേദനയാണ്. ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ECG മറ്റുള്ള സംവിധാനങ്ങളും എടുക്കാൻ വേണ്ടി നമ്മുടെ കട്ടിലേക്ക് കിടക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നതിൻ്റെ 2 അടി വെച്ചപ്പോഴേക്കും ആ മനുഷ്യൻ നിലത്ത് വീഴുകയാണ്. വയസ്സ് 22, മരണപ്പെടുകയാണ്. അഹങ്കരിക്കാൻ ഒന്നുമില്ല മക്കള്.